മുത്തശ്ശി പാർലമെന്റിൽ പ്രസ്താവന നടത്താം, ചർച്ചയാകാമെന്ന് കിരൺ റിജിജു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ഇനിയുള്ളത്? പാർലമെന്റിൽ ചർച്ചയാകാമെന്നല്ല കിരൺ റിജിജു പറഞ്ഞത്. കഴിഞ്ഞ 15 ദിവസമായിട്ട് ഇന്ത്യയും വിദ്യാർത്ഥികളും പ്രതിപക്ഷവും ആവശ്യപ്പെടുന്ന കാര്യമായിരുന്നു ഈ ഡൽഹിയിൽ നടന്ന അത്യാചാരത്തിൻ്റെ ഉത്തരവാദി ആരാണ്, പെല്ലറ്റ് ഗൺ പ്രയോഗിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്, AK-47 അടക്കം ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ ദ്രോഹിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്. ഈ ഉത്തരം തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 15 ദിവസക്കാലമായി ഞങ്ങൾ സമരമുഖത്താണ്, പാർലമെൻറ്റ് അംഗങ്ങൾ. ആ സമയത്തൊന്നും പ്രത്യക്ഷപ്പെടാതെ ഒളിച്ചോടിയ ആഭ്യന്തരമന്ത്രിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളിൽ ഞങ്ങൾ വീഴാൻ പോകുന്നില്ല. ഇത് അമിത്ഷായുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് സേവിങ് എക്സസൈസാണ് BJPയുടെ. അതാണ് ഇന്ന് കിരൺ റിജിജു പറഞ്ഞിരിക്കുന്നത്. ഈ സഭ അവസാനിപ്പിക്കാൻ മറ്റന്നാൾ അവസാനിക്കുകയാണ്. ലാസ്റ്റ് ഡേ ഓഫ് സെഷൻ മറ്റന്നാളാണ്. 15 ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴാണോ ബോധോദയം ഉണ്ടായിരിക്കുന്നത്? അത് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ പറയുന്നതാണ് കിരൺ റിജിജുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പറയുന്ന വിശദമായ ഒരു ചർച്ച, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ചർച്ച. ഞാൻ അതല്ല ചോദിച്ചത്. ഞങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ മിനിസ്റ്റർ. ഫോർ വാട്ട്? ഡൽഹിയിലെ അത്യാചാരം നടത്തിയത് ആരാണ്? ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള വിദ്യാർത്ഥി വേട്ട നടത്തിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഇതാണ് ഞങ്ങൾ ചോദിച്ചത്. പിന്നെ അന്ന് മുതൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നാണ് ചന്ദ ചോരി. അയോധ്യയിലെ രാം മന്ദിറിലെ ഡൊണേഷൻ തെഫ്റ്റ്. ഇപ്പം അയോധ്യയിലെ രാം മന്ദിറിലെ ചോരി മാത്രമല്ല, അയോധ്യ രാം മന്ദിറിലത്തെ സംഭാവന കൊള്ള മാത്രമല്ല, നമ്മൾ ഓരോരോ വീട്ടിലെയും കൊള്ള നടത്തിയതാണ്. എന്നുവെച്ചാൽ ഓരോരോ വീട്ടിൽ നിന്നും അവിടത്തേക്ക് ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ മിക്കവാറും ഭവനങ്ങളിൽ നിന്നും, ഹിന്ദു ഭവനങ്ങളിൽ നിന്നും അയോധ്യയിലേക്ക് സംഭാവന പോയിട്ടുണ്ട്. ആ സംഭാവനയാണ് കൊള്ള നടത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഓരോരോ വീട്ടിലും കൊള്ള നടത്തിയിരിക്കുകയാണ് ഇവർ. അത് ചർച്ച ചെയ്യാൻ പോലും തയ്യാറല്ല. അതിനെക്കുറിച്ച് ചർച്ചയേ വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ സൗകര്യത്തിനനുസരിച്ച് അമിത്ഷായുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഇതുവരെ 15 ദിവസക്കാലം ഒളിച്ചോടി സഭയിൽ വരാതെ ഭയപ്പെട്ടോടിയ അമിത്ഷായെ അവസാനമൊന്ന് രക്ഷപ്പെടുത്താൻ, ഈ പെർസെപ്ഷനിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ആ ശ്രമം വൃഥാവിലാകുന്നു മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. 3 2 ദിവസമേ ഉള്ളൂ. ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് സൈനഡേ ആണ്. അന്ന് ജനഗണമന പാടൽ മാത്രമാണ്. 2 ദിവസമേ ഉള്ളൂ. നാളെയും മറ്റന്നാളും മാത്രമേ ഉള്ളൂ സഭ. ആ പ്രസ്താവന പറയാൻ ഞങ്ങൾ പറഞ്ഞു. ഇന്നിപ്പോൾ അതല്ലല്ലോ അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. അവർ ഓഫർ ചെയ്തിരിക്കുന്നത് എന്താണ്? വിശദമായ ഒരു ചർച്ച നടത്തും, അതിൽ അമിത്ഷാ അതിന് മറുപടി പറയും. ഞങ്ങൾ ചോദിച്ചതിനല്ല ഉത്തരം അവർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ചോദിച്ച കൃത്യമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആരാണ് വെടിവെക്കാൻ ഉത്തരവിട്ടത്? ആരാണ് വിദ്യാർത്ഥി വേട്ടയ്ക്ക് സാഹചര്യം ഒരുക്കിയത്? ഇതിന് മറുപടി പറയണം. പിന്നെ ചന്ദ ചോരിയിൽ ചർച്ച ചെയ്യണം. പ്രധാനമന്ത്രി മാപ്പ് പറയണം. പ്രധാനമന്ത്രി മിണ്ടുന്നില്ല, മൗനമാണ്. ഇത്രയും സംഭവം ഉണ്ടായിട്ടും രാജ്യം മുഴുവൻ കുലുങ്ങിയിട്ടും വളരെ മൗനി ബാബയായിട്ട് നിൽക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി മാപ്പ് പറയണം. ഇതൊന്നും പറയാതെ ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, അമിത്ഷായുടെ മുഖം തകർന്നുപോയ അമിത്ഷായുടെ പ്രതിച്ഛായ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ എക്സസൈസ് വൃഥാവിലാവത്തേ ഉള്ളൂ. ആവശ്യം അംഗീകരിച്ചിട്ടും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നു എന്നുള്ള ഒരു എവിടെ ആവശ്യം അംഗീകരിച്ചത്? ഇന്നലെ അംഗീകരിച്ചു എന്ന് പറയും. ഞങ്ങൾ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. ഞങ്ങളുടെ ആവശ്യം ഇതാണ്, ക്ലിയറാണ്. ഈ ആവശ്യം അംഗീകരിക്കട്ടെ. അതും എപ്പോഴാണ് അംഗീകരിക്കുന്നത്? ലാസ്റ്റ് ഡേ. ഞാൻ പറഞ്ഞില്ലേ, 2 ദിവസം മാത്രമേ ഇനി സഭയുള്ളത്. ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവൂലേ ഈ തട്ടിപ്പൊക്കെ? ഈ അവസാന ദിവസത്തിൽ FCRA കൊണ്ടുവരും എന്നുള്ള ഒരു അഭ്യൂഹം ഇപ്പോഴും നിലനിൽക്കുകയാണ്. FCRA കൊണ്ടുവരാൻ ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുകയാണ്. ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളെയും ന്യൂനപക്ഷങ്ങളെയും മഹത്തായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സംഘടനകളെയെല്ലാം ടാർഗറ്റ് ചെയ്യുന്ന ആ ബില്ല് ഒരു കാരണവശാലും സഭയിൽ അവതരിപ്പിക്കാനോ പാസ്സാക്കാനോ ഞാൻ അനുവദിക്കില്ല. ഇല്ല, ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കില്ലെന്നേ. ആ കാര്യങ്ങളെക്കുറിച്ച് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ആദ്യം അമിത്ഷാ പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചത് ഇതിൽ ചുറ്റിപ്പറ്റിയായിരുന്നു. അവിടെയാണ് ഞങ്ങൾ ഉറച്ച സ്റ്റാൻഡ് എടുത്തത്. അതുമായിട്ട് വരട്ടെ, അപ്പോൾ നമുക്ക് കാണാം. ആ കാര്യമൊന്നും നടപ്പില്ല ഇവിടെ. NCP SP ആണെങ്കിലും DMK ആണെങ്കിലും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടാം എന്നുള്ള ഒരു ഇല്ല. അവർ വളരെ ക്ലിയറായിട്ട് സ്റ്റാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടതാണ്. ഇതിനകത്ത് വിഡ്രോ ചെയ്യണം. മിസോറാം മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരിക്കുന്നത് വിഡ്രോ ചെയ്യണമെന്ന്. അതുപോലെ ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞിരിക്കുന്നത് FCRA ബില്ല് അത് കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ടുള്ള ബില്ലാണ്. അത് ഫെഡറൽ വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ബില്ലാണ്. അതുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല. കുറച്ച് നിൽക്കും. ഒറ്റക്കെട്ടാണ്. ഇന്ത്യ സഖ്യം മാത്രമല്ല, അതിന് പുറത്തുള്ള പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടാണ്. എന്തിനു പറയുക, ഗവൺമെന്റിനെ പിന്തുണക്കുന്ന പാർട്ടികളിൽ പോലും അക്കാര്യത്തിൽ
അഭിപ്രായമുണ്ട്. ഈ ജാർഖണ്ഡിലെ വിദ്യാർത്ഥികളുടെ നടപടിയാണ് BJP ആയുധമാക്കുന്നത് പ്രതിപക്ഷം. അതുകൂടി കണ്ടുകൊണ്ടാണ് അല്ല അതുകൊണ്ടാണല്ലോ ഇന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അക്കാര്യം ഞങ്ങൾ എവിടെ വിദ്യാർത്ഥികൾക്കെതിരായി സമാധാനപരമായ സമരങ്ങളെ അടിച്ചമർത്തുന്ന സാഹചര്യം എവിടെ ഉണ്ടായാലും അതിനെ ഞങ്ങൾ എതിർക്കും. അവരോട് ഡയലോഗ് നടത്തി പരിഹരിക്കുകയാണ് വേണ്ടത്. അവിടെ ഡയലോഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ ബലം പ്രയോഗിച്ച് നേരിടുന്ന രീതിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞു. അത് ഞങ്ങൾ സ്റ്റാൻഡാണ്. അതെവിടെയായാലും ആ സ്റ്റാൻഡാണ്.